അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പട്ടാമ്പിയിലാണ് കേട്ടോ. പട്ടാമ്പിയിൽ നമ്മൾ ഒരുപാട് നാളുകളായി ചെയ്യാൻ വിചാരിച്ചൊരു തിയേറ്ററാണ് നമ്മൾ ചെയ്യാൻ പോണത്. പട്ടാമ്പി കൃഷ്ണ ആൻഡ് ദേവ് സിനിപ്ലക്സിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതെ മഞ്ഞുമ്മൽ ബോയ്സ് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്ന് ആക്ച്വലി ഇന്ന് ശനിയാഴ്ചയാണ് കേട്ടോ. ഇന്ന് നല്ല തിരക്കാണ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കേട്ടോ. അപ്പോൾ മഞ്ഞുമ്മൽ ബോയ്സ് എങ്ങനെയുണ്ട് എന്നൊക്കെ നമ്മൾ ലാസ്റ്റായിട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ തിയേറ്ററിൽ വന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചിട്ട് കമൻറ്റ് ചെയ്തിട്ട് പോകട്ടോ. അപ്പോൾ നമ്മൾ പട്ടാമ്പിയിലെ രണ്ടാമത്തെ തിയേറ്ററാണ് ഈ ഒരു അലക്സ് സിനിമാസ് നമ്മൾ ചെയ്തതാണ്. അതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഈ കൃഷ്ണ സിനിപ്ലക്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി കൃഷ്ണയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഉള്ളോട്ട് പോയേക്കാം. അപ്പോൾ നമ്മുടെ കൃഷ്ണ സിനിപ്ലക്സിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണിത്. 2 സ്ക്രീനുകളാണ് ഈ ഒരു തിയേറ്ററിലുള്ളത് കേട്ടോ. ഓ ഗായ്സ്, അപ്പോൾ നല്ല ചൂടാണ്ടെന്ന്, ഭയങ്കര ചൂടുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതെ നമ്മൾ കൃഷ്ണ സിനിപ്ലക്സിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പോവാണ്. അപ്പോൾ കൃഷ്ണയിൽ നമ്മളൊരു തവണ ആർ ഡി എക്സ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അന്ന് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ കൃഷ്ണയിൽ വന്ന സിനിമ കണ്ട ആളുകളുണ്ടാവും, പട്ടാമ്പിക്കാരുണ്ടാവും. അപ്പോൾ അവരൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് വെച്ച് കമൻറ്റ് ചെയ്തിട്ട് പോകാം. അപ്പോൾ നിങ്ങളെ അടുത്തുള്ള തിയേറ്റേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഏകദേശം സമയം 2:30 ആയി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൃഷ്ണ സിനിപ്ലക്സിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയ തിയേറ്റർ തന്നെയാണിത്. അപ്പോൾ ഈ സൈഡിലേക്കൊക്കെ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാനും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള നല്ല ഏരിയ ഇവിടെ ഉണ്ട് കേട്ടോ. ബ്രഹ്മയുഗത്തിൻ്റെ ഫ്ലെക്സും കാര്യങ്ങളുണ്ട്. അതിനപ്പുറത്ത് തന്നെ നമ്മുടെ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഒരു ഫ്ലെക്സ് ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് ജയ് ഗണേഷ് ആണോ തോന്നുന്നു, നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ അടുത്ത റിലീസിനുള്ള സിനിമയാണ് ജയ് ഗണേഷ് എന്ന് പറയുന്ന സിനിമ. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ ആളുകളൊക്കെ എത്തി തുടങ്ങുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യമൊക്കെ ഇവിടെ ലൈൻ നിന്നിട്ടായിരുന്നു നമ്മൾ ടിക്കറ്റ് വാങ്ങിച്ചിരുന്നത് അല്ലേ. എല്ലാ തിയേറ്റേഴ്സിലും ഇപ്പോൾ ഇത് കാലിയായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നമ്മളിനി നേരെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ കൃഷ്ണ സിനിപ്ലക്സിൻ്റെ ഒരു എന്താ നെയിമും അതുപോലെ തന്നെ സ്പെക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 4K ബാർക്കോ RGB ലേസർ പ്രൊജക്ഷനാണ് കേട്ടോ ഇവിടെ വരുന്നത്. അപ്പോൾ അത്യാവശ്യം തന്നെ നല്ല ക്ലാരിറ്റിയോടെ നമുക്ക് സിനിമ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രിപ്പിൾ ബീം 3D ഒക്കെയാണ് ഇവിടെ വരുന്നത് കേട്ടോ. 3D സിനിമകളൊക്കെ കാണുമ്പോൾ അടിപൊളിയായിരിക്കും ഇവിടെ. അപ്പോൾ അതേ നമ്മൾ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് നല്ലൊരു ഇൻറ്റീരിയറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതേ ഇവിടെ തൊട്ടടുത്ത് തന്നെ സ്നാക്ക് കൗണ്ടറും ഉണ്ട്. ഇവിടെ ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വലിയ ഒരു ക്യാൻറ്റീൻ തന്നെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതായാലും ഫുഡൊന്നും കാര്യങ്ങളൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല. ഇൻ്റർവെല്ലിന് എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കൃഷ്ണ ദേവ് ക്യാൻറ്റീൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് തിരിഞ്ഞാൽ ബ്രഹ്മയുഗത്തിൻ്റെ ചെറിയൊരു പോസ്റ്റർ ഇവിടെ ഉണ്ട്. മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ ഉണ്ട് അപ്പുറത്ത് തന്നെ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൃഷ്ണയിൽ ഓടുന്ന സിനിമകളാണ് ഈ 2 സിനിമകളും, ബ്രഹ്മയുഗവും അതുപോലെ തന്നെ മഞ്ഞുമ്മൽ ബോയ്സും. അപ്പോൾ ലേഡീസിൻ്റെ ടിക്കറ്റ് കൗണ്ടറാണ് നമ്മൾ ഈ നേരെ കാണുന്നത് കേട്ടോ. ഇതിന് നേരെ സ്റ്റെയറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെയർ വഴി കയറി കഴിഞ്ഞാൽ നമുക്ക് കൃഷ്ണയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആളുകൾ തന്നെയാണ് ഈ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും തിയേറ്ററിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ ടൈമായി. ഇപ്പോൾ ഏകദേശം സമയം 2:28 ആയിട്ടോ. അപ്പോൾ 2:30 ഇപ്പോൾ ആവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് തിയേറ്ററിലെത്തി സീറ്റ് പിടിക്കണം ഗൈസ്. അപ്പോൾ അതേ നമ്മൾ വന്ന സമയത്തൊന്നും തിയേറ്ററിൽ ആൾ തീരെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേ നല്ല ആൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വാഹനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ കണ്ടോ. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ വാഹനങ്ങളിപ്പോൾ വന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട്. അപ്പോൾ തിയേറ്ററിൻ്റെ ഏകദേശം ഷോ ടൈം ആയപ്പോൾ നല്ല രീതിയിൽ ജനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുന്നത് കേട്ടോ. അത്യാവശ്യം എല്ലാവരും അവരുടേതായ സീറ്റുകൾ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിറങ്ങിട്ടോ ഗായ്സ്. മഞ്ഞുമ്മൽ ബോയ്സ് റിട്ടൺ ഡയറക്റ്റഡ് ബൈ ചിദംബരം. അപ്പോൾ സിനിമ കണ്ട് ഇറങ്ങി. സൗബിൻ സാഹിർ, ശ്രീനാഥ് ബാസി, ഗണപതി, അങ്ങനെ കുറച്ച് നീണ്ട താരനിര ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കിഡിലൻ പടം. ഒരു നിമിഷം പോലും നമുക്ക് സ്ക്രീനിൽ നിന്ന് കണ്ടെടുക്കാതെ എൻഗേജിങ് ആയിട്ട് പോകുന്ന അടിപൊളി പടം. അപ്പോൾ ഇത് ശരിക്കും 2009 നടക്കുന്നൊരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് അറിയുന്നത് കൊണ്ട്
ഈ ഒരു സിനിമ തുടക്കം മുതൽ നമുക്ക് ആ ഒരു ഗുഹയിൽ കുടുങ്ങി പോകുന്നതാണല്ലോ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോറിയിൽ ആ ഒരു സംഭവത്തേക്ക് എത്തിപ്പെടാത്തത് എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. അത് ഓരോ സംഭവം വരുമ്പോഴും ഈ വഴിയായിരിക്കും, ഇങ്ങനെയായിരിക്കും ഇവർ അങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ നമുക്കിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വരും. അപ്പോൾ പ്രെഡിക്റ്റബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയുന്നൊരു സംഭവം ആയതുകൊണ്ട് നമുക്കിത് ഓൾറെഡി പ്രെഡിക്റ്റഡ് ആണ്. അപ്പോൾ എങ്കിലും കൂടിയിട്ട് നമുക്ക് ഈ ഒരു സിനിമ നല്ല എൻഗേജ്ഡ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയുടെ ഡയറക്ടർ ചിദംബരം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു സിനിമയെക്കുറിച്ച് എല്ലാം കറക്റ്റായിട്ട് പഠിച്ച്, ഈ ഒരു സ്റ്റോറിയെക്കുറിച്ച് പഠിച്ച് എങ്ങനെ ആവണം ഓരോ സീനുകളും എന്ന് കറക്റ്റായിട്ടുള്ള കാൽക്കുലേഷനിൽ ഒരു അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് ഈ ഒരു സിനിമ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമ്മുടെ സുഷിൻ ശ്യാമാണ് ചെയ്തിട്ടുള്ളത്. അതായാലും നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചുള്ള നല്ല ഗംഭീരമായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗുഹയ്ക്കകത്തുള്ള സംഭവങ്ങൾ എല്ലാം നല്ല റിയലിസ്റ്റിക്കായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മളൊരു ഗുഹയിൽ പെട്ട എന്താ സ്ഥിതി, ആ ഒരു സംഭവം അടിപൊളിയായിട്ട് തന്നെ നമ്മളെ മുന്നിലേക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ അതൊരു ശരിക്കുള്ളൊരു ഗുഹയാണോ അതോ സെറ്റിട്ടതാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഇവരിത് ചെയ്തു വെച്ചിട്ടുള്ളത്. ശരിക്കും ആ ഗുഹയ്ക്കകത്തുള്ള ഓരോ സൗണ്ടുകളും ശരിക്കും എടുത്ത പോലെ ഫീൽ ചെയ്തു. ശരിക്കും നമ്മൾ പെട്ടുപോയൊരു അവസ്ഥയിലായിരുന്നു കേട്ടോ സിനിമ കണ്ടിരിക്കുമ്പോൾ. എല്ലാവരും ഒരു മുൾമുനയിലിരുന്ന് സിനിമ കാണുന്നൊക്കെ പറയില്ലേ, ശരിക്കും അങ്ങനെയായിരുന്നു സംഭവം. സെക്കൻഡ് ഹാഫിന് ശേഷം സിനിമ വേറൊരു തലത്തിലേക്ക് തന്നെ മാറി എന്ന് വേണമെങ്കിൽ പറയാം. എൻഗേജിങ് ആയിട്ടായിരുന്നു സിനിമ പോയത്. ശരിക്കും സിനിമയുടെ ആദ്യം സംഭവിച്ച പല സംഭവങ്ങളും നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് കണക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും അത്രയ്ക്കും സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഈ ഒരു സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്, ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ബ്രില്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ശരിക്കും നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇമോഷൻസൊക്കെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു ഡയറക്ടർക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇമോഷണൽ സീൻസൊക്കെ വരുമ്പോൾ നമുക്ക് ശരിക്കും കണ്ണിൽ വെള്ളം നിറഞ്ഞു പോകുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു സിനിമ കണ്ട് ഇറങ്ങിയൊരു ഫീൽ എനിക്ക് കിട്ടിയിട്ടോ ഈ ഒരു സിനിമ കണ്ടപ്പോൾ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഖാലിദ് റഹ്മാൻ തല്ലുമാല എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ. അത് മാത്രമല്ല വേറെയും സിനിമകളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് നല്ലൊരു റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ഡ്രൈവറെ വേഷമാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. എങ്കിലും നമുക്ക് മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു വേഷം തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അപ്പോൾ സംവിധായകനായ ഈ ഒരു ഖാലിദ് റഹ്മാനെ സ്ക്രീനിൽ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നമ്മുടെ നാട്ടിൻപുറത്ത് പിള്ളേരെ എങ്ങനെ ടൂർ പോകാം അതുപോലെയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഡയറക്ടർ ചെയ്തു വെച്ചിട്ടുള്ളത്. ശരിക്കും അതുകൊണ്ടായിരിക്കണം ഈ ഒരു സിനിമ ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് കത്തിക്കയറാൻ സാധിച്ചത്. കാരണം എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ക്യാച്ച് ആവുന്നുണ്ട് ഓരോ സീനുകളും. എല്ലാവരും നല്ല ചിരിയായിരുന്നു തിയേറ്ററിൽ. ചിരിക്കാനുള്ള സീനുകളൊക്കെ വരുമ്പോൾ ഫസ്റ്റ് ഹാഫിലൊക്കെ അത്യാവശ്യം നല്ല കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. പിന്നെ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴേക്കും ഫുൾ സീരിയസിലാണ് ഈ ഒരു സിനിമ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ കോമഡി പറഞ്ഞിരുന്ന ആളുകളൊക്കെ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും അവരെ വേറൊരു തലത്തിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ശരിക്കും കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ സിനിമ എന്തുകൊണ്ടും നല്ലൊരു കിട്ടലും പടമാണ്. കാണാത്ത ആളുകൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഇത് കാണാം. VFX കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പക്കയായിരുന്നു കേട്ടോ. VFX ഒക്കെ നല്ല അറിയാത്ത രീതിയിൽ തന്നെ വവ്വാല് പറക്കുന്ന അങ്ങനത്തെ ഒരുപാട് സീൻസുകളുണ്ട്. അപ്പോൾ അതൊക്കെ നല്ല കിഡുമാക്കിയിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ശരിക്കും നമ്മൾ ഒരു നല്ലൊരു മൂവി കണ്ട് ഇറങ്ങിയ ഫീൽ എനിക്കിന്ന് കിട്ടിട്ടോ. അപ്പോൾ ബ്രഹ്മയുഗം, അതുപോലെ തന്നെ പ്രേമലു, ഇപ്പോഴത്തെ മഞ്ഞുമൽ ബോയ്സ്, നമ്മുടെ ടൊവിനോയുടെ സിനിമ, അങ്ങനെ 4 സിനിമകളാണ് ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ നിറഞ്ഞോടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ തിയേറ്ററുകളിൽ സമരം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയ്ക്ക് സിനിമ റിലീസാവോ എന്തോന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി മുതൽ അങ്ങോട്ട് ഈ ഒരു സിനിമകളൊക്കെ തന്നെ ആയിരിക്കും ഓടുക. അപ്പോൾ എന്തായാലും ഇന്നും ഹൗസ്ഫുള്ളാണ്, നാളെയും എല്ലാ ഷോസും ഹൗസ്ഫുള്ളാണ് എല്ലാ സ്ഥലങ്ങളിലും മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, കാണുക. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് കേട്ടോ ഈ ഒരു മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഇനി നമുക്ക് തിയേറ്ററിലേക്ക് കിടക്കാം. ഞാൻ സിനിമ കണ്ടത് നമ്മുടെ പട്ടാമ്പി കൃഷ്ണ ആൻഡ് ദേവ് സിനിപ്ലെക്സിലാണ് കേട്ടോ ഞാൻ സിനിമ കണ്ടത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു തിയേറ്ററാണ് നമ്മുടെ ദേവ് തിയേറ്റർ. അപ്പോൾ ദേവിനകത്ത് നമുക്ക് ശരിക്കും നല്ല ക്രിസ്റ്റൽ ക്ലാരിറ്റിയോട് കൂടി തന്നെ ഈ ഒരു സിനിമ എനിക്ക് കാണാൻ പറ്റി. ലേസർ പ്രൊജക്ഷനാണ് വരുന്നത്, ബാർക്കോ ലേസർ പ്രൊജക്ഷൻ 4K. അപ്പോൾ നല്ല രീതിയിൽ എനിക്ക് ഈ ഒരു സിനിമ ആസ്വദിക്കാൻ പറ്റി. ഇതുപോലുള്ളൊരു പ്രൊജക്ഷൻ എനിക്ക് ഫീലായത് നമ്മുടെ സിൻഡിക്കേറ്റ് കൊപ്പം അവിടെയാണ്. അപ്പോൾ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പക്ഷി
അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു തിയേറ്റർ ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എന്താ പറയുക, അതിൻ്റെ സൗണ്ട് ഡോൾബി അറ്റ്മോസ് ആണ് വരുന്നത്. ഡോൾബി അറ്റ്മോസും തന്നെ നമുക്ക് നല്ല രീതിയിൽ സറൗണ്ടിങ്ങും കാര്യങ്ങളും ഓവർ ഹെഡ് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്തു. പിന്നെ മിഡിൽ സബ് കാര്യങ്ങൾ എല്ലാം ഗംഭീരമായിട്ടുള്ളൊരു തിയേറ്ററാണ് നമ്മളെ പട്ടാമ്പിക്കാരുടെ ഈ ഒരു കൃഷ്ണ ദേവ് സിനിപ്ലെക്സ്. ഓക്കെ, അപ്പോൾ പട്ടാമ്പിക്കാർക്ക് എന്താ പറയുക, അടുത്തായിട്ട് ഇപ്പോൾ ഒരുപാട് തിയേറ്റേഴ്സൊക്കെ ഉണ്ട്. ഇനി നമ്മൾ അടുത്തൊരു തിയേറ്റർ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കുക. ഓക്കെ, മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം. സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ബൈ.